ഞാൻ ഈ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ആയിട്ട് പറഞ്ഞത്, അമ്മമാരെ ചേച്ചിമാരെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തിമാരും ഉണ്ട് കേട്ടോ, അവരോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഇണക്കി കൊണ്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണ്. നമ്മൾ പുറത്തേക്ക് പരിപാടിക്കൊന്നും പോകണില്ല. നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കണം, നടക്കാൻ പോകണം, തിരിച്ചു വരുന്ന കൊണ്ടു കൊടുക്കണം, നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് പരിപാടിക്കും കാര്യങ്ങൾക്കും ഇതിനൊക്കെ കൊണ്ട് നടക്കണ ആനകളെ ചിലപ്പോൾ പെടയൊക്കെ കൊടുക്കേണ്ടി വരും. ഈ കമന്റ് ഇടുന്ന അമ്മമാര്, കുറെ അമ്മമാര് ഞാൻ നോട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരെയൊക്കെ പഠിക്കുന്ന പറഞ്ഞ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ആനയുടെ തല്ലില്ലേ എന്ന് പറയുന്നത്. ഞാൻ വലിയ പോട്ടെ, എൻ്റെ അമ്മമാരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആനകളെ കുറിച്ചിട്ട്. നിങ്ങൾ പരമാവധി ഞാൻ പറയാം, ആനകളെ ആനക്കാരെ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ആൾക്കാർ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനേ നമ്മുടെ ആനേനെ കൊണ്ട് അങ്ങനെ പുല്ല് തിന്നാനൊക്കെ പുറത്തേക്ക് പോകണല്ലേ. അപ്പോൾ ആ പോണ സമയത്തുള്ള വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ആനയെ ചെങ്ങല ഒഴിവാക്കൂ, നിങ്ങൾ കാവേരി പിടിയാനല്ലേ, ഷിമിലിൻ്റെ ആന, കാവേരി ആനയെ കൊണ്ടു നടക്കുന്ന രീതിയിൽ നിങ്ങൾ ആനയെ കൊണ്ടു നടക്കൂ, നിങ്ങൾ ചങ്ങലയ്ക്ക് ഇടല്ലേ എന്ന് പറഞ്ഞുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും അത് കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാരുകൾക്ക് ആനയെക്കുറിച്ച് അറിയണം എന്നാണല്ലോ നമ്മുടെ ഈ ചാനൽ. അപ്പം താല്പര്യമുള്ള ആൾക്കാരുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ ഇതിക്ക് മുമ്പുണ്ടായിരുന്ന ആന പിടിയാന, രമണിയാന, പിന്നെ പാർവതി ആന, ദേവിശ്രീ പാർവതി ആനയായിരുന്നു. ഞാൻ അതിനെ ഒരു ചങ്ങല പോലും ഇടാറില്ല. ഞാൻ പൂരങ്ങൾക്ക് വരെ പോകുമ്പോൾ ഒരു കയറ് മാത്രം കെട്ടിയിട്ടാണ് അതിനെ കൊണ്ട് പോകാറ്. ആ ആനയെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോൾ അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആനയാണ്. ആരോടും ഒരു ശല്യമില്ല. അതുമാതിരി തന്നെ നമ്മുടെ ഷിമിലും ഞാനായിട്ട് നല്ല ബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂടപ്പുറപ്പിൻ്റെ പോലത്തെ ബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഞങ്ങൾ തമ്മിൽ, ഞാനും ഷിമിലിൻ്റെ ആനയെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനക്കാരല്ല കൈകാര്യം ചെയ്യുന്നത്, ഷിമിലാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആന പരിപാടികൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള ഒരു പരിപാടികൾക്കോ ഒന്നുമൊക്കെ വളരെ കുറച്ച് അത്രയും റിക്വസ്റ്റ് ചെയ്യണ പരിപാടികൾക്ക് മാത്രമേ ഷിമിൽ പോകാറുള്ളൂ. ഷിമിലിന് പരിപാടിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ആനയെ കൊണ്ട്. പക്ഷെ നമ്മുടെ ആനകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളൊക്കെ പോകുന്ന ആനയാണ്. പിന്നെ ചങ്ങല ഒഴിവാക്കി കൊണ്ട് നടക്കാനാണ് പറയുന്നത്. ചങ്ങല ഒഴിവാക്കി കൊണ്ട് നടന്നാലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആന ഒരു കൊമ്പനാനയാണ്. ആ ആനയ്ക്ക് അതിൻ്റേതായ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഇഷ്ടക്കേടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആനയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദപ്പന് വണ്ടികളോട് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പുറത്തേക്ക്, അതായത് ഞാനിപ്പോൾ നമ്മുടെ തറിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ പരമാവധി ചങ്ങല ഉപയോഗിക്കാറില്ല. ഞാൻ മുട്ടങ്ങല മാത്രം എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ സ്ഥലത്താണ് നിൽക്കണം, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ റോട്ടിൽ കൂടെ ആനയെ കൊണ്ട് പോകുമ്പോൾ ആന പെട്ടെന്ന് ആന നമ്മളോട് പിന്നെ അല്ലെങ്കിൽ ആന വയലൻ്റ് ആവുക, അല്ലെങ്കിൽ നമ്മളോട് ആന പിണങ്ങി പോകാൻ അധികം സമയമൊന്നും അല്ലെങ്കിൽ അധികം നേരം വേണ്ട. വീഡിയോസിലൊക്കെ കാണുമ്പോൾ ആന നമ്മളെ പിടിക്കുന്നു, വലിക്കുന്നു, ആന സ്നേഹമുണ്ട്, ആനയ്ക്ക് നല്ല സ്നേഹമുണ്ട്. എനിക്കും സ്നേഹത്തിനൊന്നും കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റേതായ സുഹൃത്തുക്കളും എൻ്റെ ആശാമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ആനേനെ അങ്ങോട്ട് വിശ്വസിച്ചു കഴിയുമ്പോഴാണ് ആനകൾ നമ്മുടെ ശ്രദ്ധ തെറ്റി നമ്മൾ സാരില്ല കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു സമയം മതി നമ്മുടെ ജീവൻ ചിലപ്പോൾ അപകടത്തിലായി പോകും. അപ്പം ഞാൻ ചെയ്യുന്നത്, ആനകൾ നമ്മളെ സ്നേഹിക്കണം, തിരിച്ചും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആനയും കൊണ്ട് ചങ്ങലില്ലാതെ പുറത്തേക്ക് പോയി ഇപ്പോൾ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആന ഒരു പ്രകോപനം ഇല്ലാണ്ട് ഈ ആൾക്കാരുടെ നേരേക്ക് ആന ഓടോ ചാടോ ചെയ്ത് എന്തെങ്കിലും ചെയ്തു പോയാൽ, ഈ ആനയുടെ ദേഹത്ത് ഈ ചങ്ങല ഉള്ളപ്പോൾ എനിക്ക് ഈ ആനേനെ ചെന്ന് എൻ്റെ കയ്യിൽ തോട്ടിയുണ്ട് അല്ലെങ്കിൽ വടിയുണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ തോട്ടിക്ക് വെട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വടിക്ക് അടിച്ചിട്ടാണെങ്കിലും എനിക്ക് ആനേനെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്നതിൽ കാര്യങ്ങൾ, ചങ്ങലയുടെ കാര്യം, തോട്ടിയും വടി, ഇതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ തോട്ടിയും വടി, ചങ്ങലകൾ, സാധനങ്ങൾ ഇതൊന്നും ഇല്ലാതെ വന്യമൃഗമാണ്, ഇതിന് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല.
നിങ്ങൾ ചില പോത്തുകളെ കണ്ടിട്ടുണ്ടോ? ചില പോത്തുകളെ മൂക്ക് കുത്തി മൂക്കയറിട്ട് അത് പിടിച്ചാൽ കിട്ടാണ്ട് വരുമ്പോൾ മൂക്ക് കുത്തുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാടിനെ നമുക്കൊരു കയറുമ്പോൾ പിടിച്ച് നിർത്താം, പക്ഷെ ഒരു ആനേനെ നമ്മൾ എങ്ങനെ പിടിച്ചു നിർത്തും? ഒന്ന് ഓടിപ്പോണ്ട സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക. ആ ഓടിപ്പോണ സമയത്ത് നമ്മൾ ഇതിനെങ്ങനെ പിടിച്ചു നിർത്തും? നമ്മൾ സ്പൈഡർമാനല്ല, ഹീമാനല്ല, അല്ലെങ്കിൽ നമുക്കിതിനെ പിടിച്ചു നിർത്താൻ യാതൊരു വിധ ഓപ്ഷനും ഇല്ല. അയ്യോ എൻ്റെ ആന അതേ പോകണമെന്ന് പറഞ്ഞ് നിൽക്കാനല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ആനയുടെ സ്വഭാവം വേറെ, നമ്മുടെ ആനയുടെ സ്വഭാവം വേറെ. സ്വഭാവം അറിഞ്ഞിട്ട് വേണം ആനകളെ നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കാൻ. ഇപ്പം ചങ്ങലയില്ലാതെ പിന്നെയും കുറച്ച് കാലം മുന്നൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയിരുന്നു. ഇപ്പം ഇനി തീരെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങലയില്ലാതെ ഇപ്പം പഴയ പോലെയല്ല. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ മുതലാളിമാർ മറ്റേ ഇൻഷുറൻസ് കമ്പനിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആന എന്ത് നാശനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഫുള്ള് ചുമതലയും അതിൻ്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ. ഇപ്പം നിയമം മാറി അങ്ങനെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ചങ്ങലയില്ലാതെ ഞാൻ ഈ ആനേനെ കൊണ്ട് നടന്ന് ഈ ആന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നാമത്തെ ആനേനെ കെട്ടാനായിട്ട് നമുക്ക് ചങ്ങലില്ല, ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ പിടിച്ചു നിർത്തും? ഈ ചങ്ങലില്ലാണ്ട് ഇത് നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യില്ലല്ലോ ഇവരെ. ഇതെന്തിനാ പിന്നെ ഇവരിങ്ങനെ കൊണ്ട് നടക്കണേ? നിങ്ങൾ അവിടെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ മാത്രം കാണാറുള്ളൂ. ഞങ്ങൾ ഇവിടെ കളത്തിലിറങ്ങി കളിക്കണവരാണേ. അതാണ് അതിന് രണ്ട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കഷ്ടപ്പാട് അറിയില്ല, അല്ലെങ്കിൽ ആനപ്പണിയുടെ ബുദ്ധിമുട്ട് അറിയില്ല, യാതൊരു വിധ കാര്യങ്ങളും അറിയില്ല. നിങ്ങൾ നോക്കുമ്പോൾ കാട്ടിൽ നടക്കുന്ന ആനകളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കുറേ മനുഷ്യന്മാർ, ക്രൂരന്മാരായ ആൾക്കാർ ആനകളെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് ഇടിച്ച് കുത്തി ആനനെ മുറിവേൽപ്പിച്ച് കെട്ടിയഴിക്കൽ, ആനേനെ മണിക്കൂർ കണക്കിന് ഇടിച്ച് ഇരുത്തി ആനേനെ അങ്ങനെ കൊണ്ടു നടക്കണ ഭീകരന്മാർ. ആ ഒരു രീതിക്ക് കുറേ കപട മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന കുറേ ആൾക്കാരുകൾ നിങ്ങളെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആക്കി വെച്ചേക്കുവാണ്. പിന്നെ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ? ചില ആൾക്കാർ സിനിമയിലുള്ള സർമാർ അല്ലെങ്കിൽ സിനിമാ നടന്മാരുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയ പുതിയ പുത്തൻ വണ്ടികൾ എടുക്കുന്നു. അത് അവരുടെ ക്രൈസ്. നമ്മൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുള്ള പോലെയാണ് ഓരോരുത്തർക്കും. എനിക്കൊരു ആനേനെ മേടിക്കണം, അതിനെ പരിപാലിക്കണം, കൊണ്ട് നടക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. ഇതിപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ അതൊരു ആഗ്രഹമാണ്. അത് വർഷങ്ങളായിട്ടും ചെറുപ്പം തൊട്ടിട്ട് ആനപ്രേമം മൂത്ത് വന്ന് ഇവിടെ വന്ന് ഇപ്പം ആ ഒരു നിലയിലെത്തിയപ്പോൾ ആനേനെ മേടിച്ച് എത്ര ആൾക്കാരെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് അറിയാമോ? അപ്പം ജനങ്ങളുടെ മനസ്സിലേക്ക് മൊത്തം ഇങ്ങനത്തെ ഒരു ഭീകരന്മാരായിട്ട് ചിത്രീകരിച്ച് വെച്ചേക്കുവാണ്. അത് ഈ ആനകളോട് മാത്രമാണ് ഈ സ്നേഹമുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ പിന്നെ പറയാം, ഞാൻ ഈ ആനയുടെ ചങ്ങലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതങ്ങനെ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നായ്ക്കളെ വീട്ടിലിട്ടിട്ട് നായ്ക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ചുമ്മാ അഴിച്ചു വിട്ട് വളർത്തുന്നവരുണ്ട്, കൂട്ടിലിട്ട് വളർത്തുന്ന ആൾക്കാരുകളുണ്ട്. ഈ കമൻറ്റുകൾ വന്ന് ആനകളെ കുറിച്ച് മൃഗസ്നേഹം പറഞ്ഞിടുന്ന പല വീട്ടിലെയും പട്ടികളെ പിടിച്ച് കൂട്ടിൽ പിടിച്ച് കെട്ടിയിട്ടേക്കുക. എന്നിട്ടാണ് ഞങ്ങളെ ഈ ആനക്കാരെയും ആനസ്നേഹം. പിന്നെ പശുക്കൾ, പോത്തങ്ങൾ, ഇറ്റങ്ങളെയൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വണ്ടിയുടെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അറക്കാനുള്ളതാണ്. ഞാനും ബീഫ് കഴിക്കുന്ന ആളാണ്. കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടോ? അതിനെങ്ങനെ കെട്ടി, ഇങ്ങനെ കയറ് വെച്ച് കെട്ടി വലിച്ച് മുകളിലേക്ക് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുക. ഒരു വണ്ടിയിൽ 15 എണ്ണം കയറിനോടത്ത് 25, 30, 40 കയറി വരുന്നത്. അതൊന്നും ഒരു വിഷയമില്ല. ഇവർ വീഴാതിരിക്കാൻ, ഉറങ്ങാതിരിക്കാൻ കണ്ണിൽ കാന്താരി മുളകും അതുപോലെയുള്ള സാധനങ്ങൾ അരച്ച് തേച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നു പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ കൊണ്ടുപോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുത്തി നിറച്ച് കൊണ്ടുപോകണത് നമ്മൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ തുറന്നു വെച്ചിട്ട് പോയിരുന്നു, ഇപ്പം മൂടി കെട്ടി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ആർക്കും ഒരു പ്രശ്നങ്ങളില്ല. തെരുവ് പട്ടികൾ നടന്ന ആൾക്കാരെ കടിക്കുന്നു, കൊച്ചു മക്കളെ, കുഞ്ഞു പിള്ളേരെയൊക്കെ പിടിച്ച് വലിച്ച് കടിച്ച് പറിക്കുന്നു, അതിനേതൊക്കെ ചെയ്യണു, അതൊന്നുമില്ല. നമ്മുടെ കുടുംബത്തെ ഒരു ദവണ്ണം ഉണ്ടാവുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആനകളെ ചങ്ങലില്ലാണ്ട് അഴിച്ചു വിട്ടേക്കാണ്. ഞാൻ ഒട്ടുമിക്കതും പുറത്തുള്ള ആൾക്കാരെ മറ്റേ വീഡിയോസുകൾ കാണാറുണ്ട്. ഞാൻ തായ്ലാൻഡിലെയും അതുമാതിരി തന്നെ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ, പുറത്തെ രാജ്യങ്ങളിലുള്ള വീഡിയോസുകൾ ഉണ്ടല്ലോ, നമുക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കാണാമല്ലോ. അവരൊരു ആനയെ മെരുക്കുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്, അവർ ഫ്രണ്ടിലേക്ക് 2 കാല് മാത്രം പൂട്ടിയിട്ടിട്ട് വലിയ ചങ്ങലയാമ കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് അവരുടെ കയ്യിൽ കുന്തം, ആ കുന്തത്തിൻ്റെ അറ്റയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് കത്തിയാണ് അത്, നല്ല വലിയ കത്തി. അത് വെച്ചിട്ടാണ് ഇടിച്ചു കൊടുക്കണേ. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അപ്പം ഇടിക്കും. ഇവിടുന്ന് ഓടിയത് അവിടെ വരെ എത്തണക്ക് മുമ്പ് അവർ ആന വെടി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു ആന 5 വെടി 10 വെടി മേടിക്കും.
നമ്മളിവിടെ കേരളത്തിലെ ആനേനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ആന തെറ്റിക്കഴിഞ്ഞാൽ അതിനെ വെടി മേടിക്കാതിരിക്കാൻ നോക്കും. ആ ആന വെടി വെച്ച് കഴിയുമ്പോൾ അതിന് അത്ര അധികം ആന ഇതായി പോവും. അപ്പം ആ വെടി മേടിക്കാണ്ട് അതിൻ്റെ മുന്നിൽ കൂടെ പോയി നടന്ന് അതിനെ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിക്കുകയാണ്. അപൂർവ ആനകളെ മാത്രമേ ഇവിടെ വെടി വയ്ക്കുന്നുള്ളൂ. ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുന്നില്ലേ. ഞങ്ങൾ കേരളത്തിലെ പണിക്കാർ, ഞങ്ങളുടേതായ ആനപ്പണിക്കാർ, ഞങ്ങൾ ഇത് അത്ര അന്തസ്സോട് കൂടിയിട്ട് ചെയ്യുന്ന പണിയാണ് ആനപ്പണി. നിങ്ങൾ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഒരു ഇത് കാണുമ്പോൾ ആ ഒരു കുറച്ച് നേരത്തെ ആ ഒരു അങ്ങനത്തെ ഒരു ജീവിതമായിട്ട് കാണല്ലേ. ഞങ്ങളൊക്കെ കളത്തിലിറങ്ങി കളിക്കുകയാണ്. ഇപ്പം പല ആൾക്കാരുണ്ട് മറ്റേ സൂമിൽ മറ്റേ ഇവിടെ എന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആനകളെ അഴിച്ചു വിട്ടേക്കുകയാണെന്നാണ് പറഞ്ഞേക്കണേ. അഴിച്ചു വിട്ടേക്കാണ്, ശരിയാണ്. അങ്ങനെ വളർത്താനാണെങ്കിൽ ഒരു ചങ്ങലയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു കാലത്ത് നോക്കുക, ഇതിലൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. ഇതൊരു സൂമാണ്. ഇതിനെ അഴിച്ചു വിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ രാവിലെ അതിന് തീറ്റയും കൊടുത്തിട്ട് അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ ഏരിയയുടെ ഉള്ളിൽ അത് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് അത്രയും സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് സൂമ് ചെയ്യണത്. പിന്നെ അവർക്ക് അവിടെ പൂരങ്ങൾ എഴുന്നള്ളിക്കണ്ട. ഈ ജനങ്ങൾ നിൽക്കണതിൻ്റെ, അതായത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക് മറ്റുള്ള ആനകളും മേളങ്ങൾ, തിക്ക് തിരക്ക്, തിരുവാതിര ഇങ്ങനെയുള്ള പരിപാടികളുടെ ഇടകളിലേക്ക് ആനകളെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ആ ആനകൾ, ചില ആനകൾ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ കുറേയൊക്കെ എന്തോ ഒരു മാറ്റം വന്നെന്ന് അറിയാമോ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനകളൊക്കെ ഒന്നും പൂരപ്പറമ്പിൽ ഈ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ ഈ ആനകളെ പ്രകോപിപ്പിക്കാൻ വരുന്ന ആൾക്കാരും, പിന്നെ ഈ മോത്തലൈസർ അടിക്കുക, പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ ഈ പൂരം കാണാൻ തന്നെ വെറുതെ കള്ളു കുടിച്ചിട്ട് ഈ ആനയുടെ മത്ത് വന്ന് ആനനെ ഓരോന്ന് പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലാണ്ട് യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല. നിങ്ങളങ്ങനെ വന്ന് ഓരോന്ന് തോണ്ടി തലോടി പോവും. അപ്പം ഞാൻ ഒരു ആനേനെ പറഞ്ഞുതരാം. ഒരാന നടന്ന് പോവാണ്. അപ്പോൾ കുറേ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ചെന്നിട്ട് അതിനെ തൊട്ടു. അവിടെ വെറുതെ നിൽക്കുക. ആ നടന്നു പോണ ആനേനെ ഒരു തൊടല്ല. ആന നോക്കിയിട്ട് തൊട്ട് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മാറിയിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു ഇതും ഇല്ലാണ്ട് നിന്നറിഞ്ഞ കുറച്ച് ചേട്ടന്മാർ ഇങ്ങനെ നിൽക്കുക. ആന നോക്കിയപ്പോൾ ആര എന്നെ തൊട്ടു. എന്നാ നിനക്ക് ഇരിക്കട്ടെ ഒരാണ്. ഒറ്റ അടി ആന കാലിന്. ആനേനെ തുടർന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ 2-3 ആനകളുള്ളൂ ഇവിടെ ആകെ. പേരൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഞാൻ കയറിയ ആന ഉണ്ടായില്ല, എൻ്റെ വീഡിയോയിൽ പറയാതെ. അപ്പം ആ തൊട്ടവൻ ഒരു കുഴപ്പമില്ലാണ്ട് അവൻ ഡീസൻ്റായിട്ട് അങ്ങോട്ട് പോയി. പാവങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾ വന്ന് ആനകളെ എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തരേണ്ടത് മേടിക്കുന്നത് ഞങ്ങളാണ്. അമിതമായിട്ട് ആനകളെ വിശ്വസിച്ച് എൻ്റെ ആന എന്നെ ഒന്നും ഒരിക്കലും ചെയ്യില്ല, എൻ്റെ ആന എന്നെ ചെയ്യില്ല എന്നും പറഞ്ഞ് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അങ്ങനെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുകളുടെയും ഹിസ്റ്ററികൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മരണപ്പെട്ടു പോയിട്ടുള്ളൂ. ആ ആനകളുടെ 20 കൊല്ലം കൊണ്ട് നടന്ന നാരായണൻ ചേട്ടനെ വരെ, അത്രയും പ്രഗത്ഭനായ ഒരു ആനക്കാരനെ, ആ കൊണ്ട് നടന്ന 20 കൊല്ലം തീറ്റയും വെള്ളവും കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് പരിപാലിച്ച് കൊണ്ട് നടന്ന ആനയാക്കി ആ മനുഷ്യനെ തന്നെ ആന കൊന്നു. ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വലിയ പാഠങ്ങളായിട്ട് കിടക്കുമല്ലേ. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇതിനെ ചങ്ങലയൊക്കെ ഇല്ലാണ്ട് അയച്ചു കൊണ്ട് നടക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തത്തിൽ ഞങ്ങൾ ആനക്കാരൊക്കെ ഭയങ്കര ഭീകരന്മാരൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ജോലി ഇഷ്ടപ്പെട്ട് വന്നൊരു ജോലിയാണ്. ഇത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി പോകാൻ വേറെ മാർഗ്ഗമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാമെന്നല്ലാണ്ട് വേറെ മാർഗ്ഗങ്ങളില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ആനേനെ, അതായത് ആനേനെ പരിപാലിക്കുന്ന രീതി, അതായത് എങ്ങനെയാണ് ചേട്ടൻ കയറുന്ന ആനകൾ ചേട്ടൻ്റെ ഒരു ആനേനെ പരിപാലിക്കുന്ന രീതികൾ എങ്ങനെയാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാനൊരു ആനേനെ ഫസ്റ്റ് തൊട്ടിട്ട് ഒരു ആനയുടെ അടുത്ത് ചാർജ് എടുത്ത ആന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ടാണ് ആന എനിക്ക് ശരിക്കും പറഞ്ഞ ചട്ടായി കിട്ടുന്നത്. 4 മാസം അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കമൻറ്റുകൾ വരുന്നതിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരോടും യാതൊരു വിധ പണക്കങ്ങളും ഇല്ല. ഇപ്പോൾ NGO ആണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ആനപ്രേമികൾ, മറ്റങ്ങനെയുള്ള കുറേ ആൾക്കാരുകളുണ്ടല്ലോ, അവരൊക്കെ ഓരോരുത്തർ 3-4 ആൾക്കാരാണ് ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഇവരെ കൊണ്ട് കുറച്ചൊക്കെ എല്ലാ വീഡിയോയുടെ അടിയിൽ വന്ന് കുറേ തെറി വിളിക്കും, കുറേ കമൻറ്റ് ഇടും, കുറേ ഇതൊക്കെ ചെയ്യുന്നതല്ലാണ്ട് എനിക്ക് ഇവരെ കൊണ്ട് വലിയ കനായിട്ടുള്ള ഭൂതരങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ പെറ്റാന്ന് പറഞ്ഞ സംഘടനയിലൊന്നും ഇതുവരെ നമ്മുടെ വീഡിയോസുകളോ കാര്യങ്ങൾ വന്നിട്ടില്ല. കാരണം അവർ നോക്കുന്നത് മുറിവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെയുള്ള ആനകളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആനയൊക്കെ എപ്പോൾ വന്നാലും ഏതൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു കഴിഞ്ഞാലും എൻ്റെ ആന പെർഫെക്റ്റ് ആയിരിക്കും. എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആനയ്ക്ക് മുറിവും കാര്യങ്ങളും വന്നാൽ ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കണില്ല, ഒരു കാര്യം പോലും ഒളിച്ചു വയ്ക്കണില്ല.
ഞാൻ എല്ലാം ഓപ്പണായിട്ട് എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ആന എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അപ്ഡേറ്റ് ആണ്. പിന്നെ എല്ലാ ആനേനെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഷിമിലിൻ്റെ ആനേനെ കൊണ്ട് നടക്കണ പോലെ നടക്കുമെന്ന് ഇനി പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിമിലിൻ്റെ ആന അവൻ അത്രയും അവൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പണക്കാവോ? ഷിമിൽ അങ്ങനെയല്ല കേട്ടോ. അവർ ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബന്ധമാണ്. കാരണം എപ്പോഴും അവൻ ആനേനെ കാണുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം അതൊക്കെ ഞാൻ അപ്സെറ്റ് ചെയ്യണു. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ആനേനെ ചെയ്യണ പോലെ നമ്മുടെ ആനകളെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കുറേ സുഹൃത്തുക്കളുണ്ട്. പിന്നെ കാവേരിയുടെ പോലത്തെ പെണ്ണല്ല മറ്റുള്ള ആനകൾ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനുഷ്യന്മാർക്ക് ഓരോരോ സ്വഭാവങ്ങളില്ലേ. എന്തിനു പറയണോ, നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ നിങ്ങൾ നോക്കി നോക്കുക. എന്തോരം ദുഷിച്ച മനസ്സായിട്ടുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ ചാനൽ കാണുമെന്ന് അറിയാം. എല്ലാവരും അല്ലാട്ടോ പറയണേ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മറ്റേ ഏതൊരു വീഡിയോയിൽ പറയാണ്, അപ്പൊ പുള്ളി കമന്റ് ഇട്ടേക്കുക, അല്ലേ ആന വരൂ വന്ന് വാരി കാലിന്റെ അടിയിൽ കിടക്കും, ഞാൻ നിന്നെ ഒന്ന് ചവിട്ടി അരയ്ക്കട്ടെ. എന്നാലോചിച്ച് നോക്കി, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആന അവിടെ നിന്നപ്പോ ആന എന്നെ കൈമ പിടിച്ചങ്ങോട്ട് വലിച്ചു നിർത്തിയതിന് അതിന്റെ അടിയിൽ വന്ന കമന്റാണ്. നീ സൂക്ഷിച്ചോ, നിന്നെ ഇതുപോലെ അരയ്ക്കാണ്ട് നീ നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് കാണുമ്പോൾ ഉള്ളൊരു വിഷമം ആലോചിച്ച് നോക്കി. നമ്മളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോയി നമ്മളൊരു വാക്കുകൊണ്ട് പോലും, എൻ്റെ മാത്രമല്ല എന്ന് കുറേ ആനക്കാർ ഇപ്പൊ ആനേനെ ഒരു പുരപ്പുറമ്പിൽ ചെന്ന് നിന്ന് ആന നമ്മളോട് വാശി കാണിച്ചുകൊണ്ട് നിൽക്കുക. ആന അങ്ങനെ നിന്ന് കളിച്ചോണ്ട് നിൽക്കുക. ആന അപ്പൊ എന്ത് ചെയ്യണം, വടി എടുക്കണം, നല്ല 2 പടയുണ്ട് കൊടുക്കണം, അടങ്ങി നിൽക്കട അവിടെ, നിനക്ക് തിന്നാനും വെള്ളം തന്ന് നിന്നെ കൊണ്ടു നടക്കണത് ഞങ്ങളാണ്, ഞങ്ങളുടെ മേഖത്തേക്ക് നീ കയറാറായോ നീ ചോദിച്ചിട്ട് നമ്മൾ 2 അടിയാൻ കൊടുക്കും. ആ അടി കൊടുക്കണതായിരിക്കും ചിലപ്പോൾ വീഡിയോ വന്നേക്കണേ. പിന്നെ ആനക്കാരനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നമ്മുടെ ഈ ആനക്കാർ സുഹൃത്തുക്കൾ പഴയ പോലെ ഒന്നും അല്ല. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, പണ്ടത്തെ പോലെ മീശയും വെച്ച് കണ്ണും ചുരുപ്പിച്ച് കള്ളും കുട്ടിച്ച് ഫിറ്റായിട്ട്. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കള്ളു കുടിച്ചിട്ടാണ് ഞാൻ. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ സബ്സ്ക്രൈബർ എന്നെ അറിയണ അധികം ആൾക്കാരുകൾ അറിയണവരൊക്കെയാണ് എൻ്റെ കൂടെയുള്ളവരുള്ളത്. ആരുടെയെങ്കിലും അടുത്തുനിന്ന് ഒരു പെഗ് മദ്യം ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് മദ്യം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കേരളത്തിൽ വിൽക്കണ സാധനമല്ലേ അത്. അത് കുടിച്ചിട്ട് ആനയുടെ മെക്കിട്ട് കയറാൻ പോയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ ആരെയും മെക്കിട്ട് കയറാൻ പോണില്ല. ഞാൻ കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവർക്കൊക്കെ ഈ ഇത് ആനയാണ്, എല്ലാ ആനയും ഇതൊക്കെ ആനകളാട്ടോ. അപ്പൊ അതിനെ ഇങ്ങനെ ഓമനിച്ച് കൊണ്ട് നടക്കണം. തല്ലുമ്പോഴൊക്കെ അവർ എന്തായാലും അവർ ആനേനെ തല്ലണം നോക്കി. പക്ഷെ അതിൽ വേറെ ഞാൻ ഈ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ആയിട്ട് പറഞ്ഞു തരണേ, അമ്മമാരെ ചേച്ചിമാരെ ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, എൻ്റെ അനിയത്തിമാരും ഉണ്ടോ അവരോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഇണക്കി കൊണ്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണ്. നമ്മൾ പുറത്തേക്ക് പരിപാടിക്കൊന്നും പോകണില്ല. നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കണം, നടക്കാൻ പോകണം, തിരിച്ചു വരണം, കൊണ്ടു നിർത്തണം, നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് പരിപാടിക്കും കാര്യങ്ങൾക്കും ഇതിനൊക്കെ കൊണ്ട് നടക്കണ ആനകളെ ചിലപ്പോൾ 2 പെടയൊക്കെ കൊടുക്കേണ്ടി വരും. ഈ കമന്റ് ഇടുന്ന അമ്മമാര്, കുറെ അമ്മമാര് ഞാൻ നോട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരെയൊക്കെ പഠിക്കുന്ന പറഞ്ഞ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ആനയുടെ തല്ലില്ലേ എന്ന് പറയണത്. ഞാൻ വലിയ പോട്ടെ, എൻ്റെ അമ്മമാരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആനകളെ കുറിച്ചിട്ട്. നിങ്ങൾ പരമാവധി ഞാൻ പറയാം, ആനകളെ ആനക്കാരെ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെ ആൾക്കാരില്ലേ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാനത് കമന്റിന്റെ രൂപത്തിലാണെങ്കിൽ കമന്റ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ രൂപത്തിലാണെങ്കിൽ എനിക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്നോട് കൂടെ ഇപ്പൊ സഹകരിച്ച് കുറെ ആൾക്കാർ നിൽക്കണുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ഓരോന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ മോശമായിട്ട് സംസാരിക്കും. പക്ഷെ അത് മറ്റുള്ള കാണുന്ന ആൾക്കാരുകൾക്ക് അതൊരു, നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആനകളുടെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചോ, അതിനൊന്നും എനിക്കൊരു വിഷയമില്ല. പിന്നെ വേറൊരു ചേട്ടൻ്റെ ഇതിൽ ശങ്കരൻ തമ്പി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, അതൊരു പെൺകുട്ടിയാണോ അതല്ലെങ്കിൽ ഒരു ചേച്ചിയാണോ അതല്ലെങ്കിൽ എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. എല്ലാ വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഇങ്ങനെ കണക്കുണാന്ന് പറയുന്നുണ്ട്. ചേട്ടാ എന്ന് പറഞ്ഞ് ചേട്ടൻ വയസ്സായ ആളാന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ചേട്ടൻ്റെ പേര് അല്ലെങ്കിൽ എടുത്ത് പറയാത്തത് കൊണ്ടാണോ ചേട്ടൻ പിന്നെ എൻ്റെ പിന്നാലെ വരണേന്ന് എനിക്കറിയില്ല. ചേട്ടാ അത് വേണ്ട, നിർത്തിക്കോ. എന്തിനാ വെറുതെ, ഞാൻ നിങ്ങളെ ഒന്നും ഒരു കാര്യത്തിന് വരുന്നില്ലല്ലോ. കുറേ ആയി ചേട്ടാ എന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ഒന്നും പറയണില്ല അതില്. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇനി തുടരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്ന് അറിയാം.
ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചങ്ങലയുടെ ഒരു കാര്യം, മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ചങ്ങലയുടെ കാര്യം, ചങ്ങല ഒഴിവാക്കിയിട്ട് ഒരു കാരണവശാലും ഒരാനക്കാരും ഇനി നടക്കാൻ നിൽക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നാശനഷ്ടം ഉണ്ടാക്കിയാൽ അതിന് മുഴുവൻ ഉത്തരവാദി നമ്മുടെ മുതലാളിമാരാണ്. നമ്മുടെ മുതലാളിമാർക്ക് ആന ഉണ്ടെങ്കിലേ നമുക്ക് പണിയുള്ളൂ. അപ്പം അത് പ്രത്യേകം സൂക്ഷിക്കുക. അതുമാതിരി തന്നെ ഇനി നമുക്കില്ല കണ്ടില്ലേ ഈ ആൾക്കാർ, കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെങ്ങനെ കൊടുക്കണം കണ്ടില്ലേ. ഇപ്പം നമ്മുടെ ആന തെറ്റി, ഫോറസ്റ്റിൻ്റെ സാറുമാർ വന്നു കഴിയുമ്പോൾ സാറുമാരെ അതിൽ എന്നെ പിന്നെ എല്ലാവർക്കും അത്യാവശ്യം അറിയണം, എല്ലാ സാറുമാരും എന്നെ അറിയണതാണ്. ബിനോ, നിന്റെ ആനയുടെ ചങ്ങല എവിടെ? സാറേ ചങ്ങല എടുത്തില്ല, ചങ്ങല അവിടെ വെച്ചു. നിനക്കറിയില്ലേ നിയമങ്ങൾ ബിനോ? നീ ഒരു ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരാളല്ലേ. നീ ഒന്നില്ലെങ്കിലും തൊഴിലാളികളുടെ ഒക്കെ ഒരു നേതാവായിട്ടിരിക്കുന്ന ആളല്ലേ. നീ ഈ ചങ്ങലില്ലാണ്ട് നടന്ന നീ നടക്കണ കണ്ടിട്ടല്ലേ മറ്റുള്ള പിള്ളേർ അങ്ങനെ നടക്കണേ. അപ്പം നീ അത് മര്യാദയ്ക്ക് ആക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ എന്ന് ചോദിക്കാനുള്ള ഇടം എനിക്ക് വരരുത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന നാശനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം എന്നോട് പറയും നീ ജീപ്പിൽ കയറി ഇരിക്കട്ടോ. അപ്പം പിന്നെ ബിനൊന്നും ഉണ്ടാവില്ല, സ്നേഹമൊന്നും ഇല്ല, കയറി ഇരുന്നോളാൻ പറയും വണ്ടിയിൽ. പിന്നെ ഞാൻ ജയിലിൽ പോകണം, എന്നെ ജാമ്യത്തിൽ ഇറക്കണം. എൻ്റെ വീട്ടുകാർ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ എൻ്റെ മുതലാളി എന്നെ ജാമ്യത്തിൽ ഇറക്കുമെന്ന് വിചാരിക്കും. അപ്പം ഇതൊക്കെ ഞാൻ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ചങ്ങല അതാകെ ഒരു 25 കിലോ 30 കിലോൻ്റെ ഉള്ളിലുള്ളൂ. അത് ചുമക്കാനുള്ള ആരോഗ്യം അതിനുണ്ട്. അതിൻ്റെ പേര് ആന എന്നാണ്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ചങ്ങല ഇടണത് ഇടാണ്ടിരിക്കണമെന്ന് സാഹചര്യങ്ങൾ അനുസരിച്ച് നിൽക്കും. ഞാൻ ഈ ആന ശരീരമൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത്, ഞാൻ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ക്ഷീണമായിട്ട് കുറച്ച് ക്ഷീണമുള്ള സമയത്ത് ആന നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ആംബിയർ എനിക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചങ്ങല ഒഴിവാക്കി വെച്ചു. പക്ഷെ ഇപ്പം എനിക്ക് അതല്ല സ്ഥിതി. അപ്പം എനിക്ക് കുറച്ച് ഇത്തിരി ഇതൊക്കെ വന്നപ്പോൾ ആളതിൻ്റെ അനുസരിച്ച് എൻ്റെ അടുത്ത് മീശയൊക്കെ പിരിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങളറിയണില്ല എന്നുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴയ മാതിരിയുള്ള വാശികളും കാര്യങ്ങളും മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് പരിപാടികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുക്കാണ്ട് പറ്റില്ല. പരിപാടിക്ക് പോകാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിക്കണ്ടേ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും തമാശകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ആനയെ പരിപാലന രീതി, അത് എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ, അതിപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ. അപ്പോൾ അതിൻ്റെ ഉണ്ടാവണ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.